എല്ലാവർക്കും നല്ല നമസ്കാരം. ചുട്ടുപൊള്ളുന്ന വെയിലത്തും വളരെ ആവേശത്തോടെ വെയിലിനെ മറികടന്നുകൊണ്ടാണ് കായിക മാമാങ്കത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന മാള ഉപജില്ലയിലെ വിദ്യാർത്ഥികളാണ് എൻ്റെ ഈ പിറകിൽ നിൽക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് ആ വിദ്യാർത്ഥികൾ ഈ മാള ഉപജില്ല കായിക മാമാങ്കത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഉപജില്ല മാളയാണെങ്കിലും ചാലക്കുടിയിലെ കാർമൽ സ്റ്റേഡിയത്തെ ആശ്രയിക്കേണ്ടി വരും എല്ലാ വർഷങ്ങളും. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപിലത്തെ വർഷവും ഒക്കെ തന്നെ ഈ മാള ഉപജില്ല കായിക മാമാങ്കം റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളാണ്. എന്നും കാർമൽ സ്റ്റേഡിയത്തെയാണ് ആശ്രയിക്കുന്നത്. സ്വന്തമായ ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ള ഏറ്റവും വലിയ പരിമിതിയാണ് മാള ഉപജില്ല അധികൃതർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കഷ്ടപ്പാട്. അവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പാടുകൾ പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്വന്തമായ ഒരു ഗ്രൗണ്ട് 400 മീറ്റർ ഹീറ്റ്സിനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് മാള ഉപജില്ലയിലില്ല. തൃശ്ശൂർ ജില്ലയിൽ വേറെ ഏതെങ്കിലും ഉപജില്ലകൾക്ക് ഇതുപോലൊരു സ്ഥിതിവിശേഷം ഉണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. മാളക്കാർക്ക് മാത്രമാണ് മറ്റു ഉപജില്ലകളെ കായിക മാമാങ്കത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വളർന്നു വരുവാനുള്ള ഗ്രൗണ്ട് മറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ സഹായമാകുക. ഇപ്പോൾ ഈ ചാലക്കുടി കാർമൽ സ്റ്റേഡിയത്തിൽ കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്രയും വളരുന്നത് എങ്ങനെയാണ്? ഇവിടെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മാള ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും കായിക മാമാങ്കം നടത്താനായിട്ട് ചാലക്കുടിയെ ആശ്രയിക്കുന്നു, കാർമൽ സ്റ്റേഡിയത്തെ ആശ്രയിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു പക്ഷേ അടുത്ത കൊല്ലം ഈ കാർമൽ സ്റ്റേഡിയമോ അല്ലെങ്കിൽ മറ്റ് സംഗതികളോ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ ഇരിഞ്ഞാലക്കുടയെ ആശ്രയിക്കേണ്ടി വരും. മാള ഉപജില്ലയിൽ അധികൃതർ ശ്രമിക്കേണ്ടത് തങ്ങളുടെ കുട്ടികൾക്ക് വളർന്നു വരുവാനായിട്ടുള്ള കായിക മാമാങ്കം നടത്തുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സജ്ജമാക്കുന്നതിലേക്കുള്ള ഇടപെടലാണ് വളരെ ശക്തമായിട്ട് ഉന്നയിക്കേണ്ടത്. MP അടക്കം MLA അടക്കമുള്ളവർ ഈ കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടുകൂടി ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നാണ് പറയാനുള്ളത്. എത്രയോ ലക്ഷങ്ങൾ മാളയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെലവഴിക്കുന്നു. എത്രയോ ലക്ഷങ്ങൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരുകൾക്ക് വേണ്ടി ഈ കാർമൽ സ്റ്റേഡിയത്തിൽ ഈ വെയിലും കൊണ്ട് ഇവർ നേടുന്ന ഓരോ ട്രോഫികളും ഓരോ നേട്ടങ്ങളും മാള ഉപജില്ലയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. മാള ഉപജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് വികസനങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെറുതെ ലക്ഷങ്ങൾ എന്തെല്ലാം സ്ഥലങ്ങളിൽ കൊണ്ട് അടിച്ചു കാട്ടി കളയുന്നു. ഒരു ഗ്രൗണ്ട് സ്വന്തമാക്കാനായിട്ട്, ഒരു ഗ്രൗണ്ട് നേടിയെടുക്കാനായിട്ട് മാളയിൽ ആരുമില്ലേ? K കരുണാകരൻ്റെ മണ്ഡലമായിട്ടുള്ള മാളയിൽ ഒരു ഗ്രൗണ്ട്, ഒരു 400 മീറ്റർ ഹീറ്റ്സ് നടത്താൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് മാളയിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ മാളക്കാരെ എന്തെന്നാ പറയുക. 2025 മാള ഉപജില്ല കായിക മാമാങ്കം മാളയിൽ തന്നെ വെച്ച് നടത്താനായിട്ടുള്ള ഒരു വലിയ സംഗതി ഉണ്ടാകട്ടെ, സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാളക്കാർ വളരെ വിഷമത്തിലാണ്. അവർ ചാലക്കുടിയെ ആശ്രയിക്കുന്നു കായിക മാമാങ്കം നടക്കാൻ. പേര് മാള ഉപജില്ല കായിക മാമാങ്കമാണെങ്കിലും ചാലക്കുടിയിലാണ് നടക്കുന്നത്. 2025 മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ പിറകിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പരാധീനതകളെയും പരിമിതികളെയും മറികടന്നുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി ഈ കായിക മാമാങ്കത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മാള ഉപജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും JFIസിൻ്റെ അഭിവാദനങ്ങൾ, ആശംസകൾ.